എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു കേരള സർക്കാർ ജീവനക്കാരനോ പെൻഷൻകാരനോ ആണോ? എങ്കിൽ ശ്രദ്ധിക്കൂ, ഇതൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ്. ക്ഷാമഭത്ത, അതായത് ഡിയർനെസ് അലവൻസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് നേരെ കടക്കാം. അപ്പോ സർക്കാർ ജീവനക്കാർക്കും അതുപോലെ പെൻഷൻ വാങ്ങുന്നവർക്കും ഒരുപോലെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണിപ്പോ വരുന്നത്. ഇത് നിങ്ങളുടെയൊക്കെ പോക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കുറേ നാളായുള്ള ഒരു കാത്തിരിപ്പിന് വിരാമമാകുന്നു എന്ന സൂചനകളാണ് കിട്ടുന്നത്. നിങ്ങളുടെ ക്ഷാമബത്തയിൽ ഒരു വർധനവ് വരാൻ പോവുകയാണ്. അപ്പോ എത്രയാണ് വർധനവെന്നല്ലേ? 2026 ജനുവരി മുതൽ ഒരു 2% വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. കേട്ടോ, ഇത് വെറുമൊരു ഊഹാപോഹമല്ല. സാധാരണയായിട്ട് ഇത്തരം വാർത്തകൾ വന്നാൽ അധികം വൈകാതെ തന്നെ അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും വരാറുണ്ട്. ശരി, അപ്പൊ ഈ 2% കേൾക്കുമ്പോൾ അത്ര വലുതായിട്ട് തോന്നുന്നില്ല അല്ലേ? പക്ഷേ യഥാർത്ഥത്തില് ഇത് നിങ്ങളുടെ കുടിശ്ശികയിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതിനു മുമ്പ് ഈ ക്ഷാമബത്ത അഥവാ DA എന്താണെന്ന് അത്ര പരിചയമില്ലാത്തവർക്കായിട്ട് പെട്ടെന്നൊന്ന് പറയാം. സിമ്പിളായി പറഞ്ഞാൽ, നാട്ടിൽ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ആ വിലക്കയറ്റം നമ്മുടെ ശമ്പളത്തെയോ പെൻഷനെയോ ഒരുപാട് ബാധിക്കാതിരിക്കാൻ സർക്കാർ തരുന്ന ഒരു അലവൻസാണിത്. നമ്മുടെ വരുമാനം പണപ്പെരുപ്പത്തിനൊപ്പം എത്താൻ സഹായിക്കുന്നൊരു ടൂൾ, അത്രയുള്ളൂ. ഇപ്പോഴത്തെ കാര്യം നോക്കിയാല് ജീവനക്കാർക്ക് അവരുടെ ബേസിക് പേയുടെ 13% DA കുടിശ്ശികയായിട്ട് കിട്ടാനുണ്ട്. അതായത് സർക്കാർ തരാനുള്ള പണം ഇനിയും കിട്ടിയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോ ഈ 13% കുടിശ്ശിക അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളിപ്പോ പറഞ്ഞ ആ പുതിയ 2% കൂടി ചേർത്താൽ എന്താകും അവസ്ഥ? അതാണ് പോയിന്റ്. ഇതോടെ മൊത്തം കുടിശ്ശിക 13ഉം 2ഉം കൂട്ടി 15%-ത്തിലേക്കെത്തും. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർധനവ് തന്നെയാണ്. ശരി, അപ്പോൾ ഈ 15% വർധനവ് ആർക്കൊക്കെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഇതിന്റെ പരിധിയിൽ വരുമോ? നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ വ്യാപകമാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ ജീവനക്കാർക്കും, അതുപോലെ തന്നെ സർവീസിൽ നിന്ന് വിരമിച്ച എല്ലാ പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയൊരു ആശ്വാസമാണ്, സംശയമില്ല. പക്ഷേ നമുക്ക് ആ നാണയത്തിന്റെ മറുവശം കൂടി ഒന്ന് നോക്കണ്ടേ? സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നോക്കൂ, ഇത് ആ ഒരു അവസ്ഥയെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു വശത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇതൊരു വലിയ സാമ്പത്തിക ആശ്വാസമാണ്. എന്നാൽ മറുവശത്ത് സംസ്ഥാന സർക്കാരിന് ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറും. രണ്ടും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോ കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഇങ്ങനെയൊക്കെയാണ്. ഇനി എല്ലാവരും ഒരേ കാര്യമാണ് ഉറ്റുനോക്കുന്നത്. എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? എല്ലാവരുടെയും കണ്ണുകളും കാതുകളും ഇപ്പോൾ ആ ഔദ്യോഗിക പ്രഖ്യാപനത്തിനാണ് കാത്തിരിക്കുന്നത്. അത് അധികം വൈകാതെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അർഹരായ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാല്, ഈ കുടിശ്ശിക പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് മുൻകാല പ്രാബല്യത്തോടെ, അതായത് കിട്ടേണ്ടിയിരുന്ന സമയം മുതൽ കണക്കാക്കി അധികം താമസിപ്പിക്കാതെ കയ്യിൽ കിട്ടുമെന്നാണ്. അപ്പോ ജീവനക്കാർക്ക് ഇത് ആശ്വാസമാകുമ്പോൾ സംസ്ഥാനത്തിന് ഇത് വലിയൊരു സാമ്പത്തിക വെല്ലുവിളി തന്നെയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. ഈ വലിയ സാമ്പത്തിക ഭാരം സർക്കാർ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?